കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു അത്ഭുതത്തിൻ്റെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ പേര് ഇതാണ്, സകലവും പുതിയതാക്കുന്ന യേശു. നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കുടുംബത്തിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് സിസ്റ്റർ ശോഭ. ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്നല്ലേ. അപ്പോൾ തന്നെ സഹോദരിയുടെ ഭർത്താവ് ഒരു മദ്യവ്യാപാരിയായിരുന്നു. സഹോദരിക്ക് ക്യാൻസറിൽ നിന്ന് ലഭിച്ച അത്ഭുത സൗഖ്യം, സഹോദരൻ്റെ ജീവിതത്തിനുണ്ടായ രൂപാന്തരം, ആ രൂപാന്തരങ്ങൾ നേരിട്ട് കണ്ട ആളാണ് തോമസ് ബ്രദർ. നമ്മുടെ ചെങ്ങന്നൂരിലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന തോമസ് ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്. ഇന്ന് അത്ഭുതങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് ഒരു മനുഷ്യനും ചെയ്തതല്ല, യേശു ചെയ്തതാണ്. നമുക്ക് ആ അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഇന്ന് പോകാം. സഹോദരിക്ക് അസുഖത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? ആദ്യം അവൾക്ക് കൈക്കൊരു വേദന വന്നായിരുന്നു. കൈക്ക് വേദന വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അസ്ഥിക്ക് തേയ്മാനമാണെന്ന് പറഞ്ഞു. അതിന് കുറേ എണ്ണയും കുഴമ്പും ഗുളിയൊക്കെ കഴിച്ചു. 2013 ആ വർഷം തന്നെ എനിക്ക് അസുഖം വരുന്നത്. ആദ്യം കൈക്ക് വേദന പോലെ വന്നു. അങ്ങനെ പോയി 2 മാസത്തോളം ആശുപത്രി പോയി മരുന്നുകളൊക്കെ അവർ പറഞ്ഞ അസ്ഥിയുടെ തേയ്മാനം കൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മരുന്ന് ഒക്കെ കഴിച്ചിട്ടൊന്നും എനിക്ക് കുറവില്ലായിരുന്നു. പിന്നെ അത് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ബ്രസ്റ്റിനൊരു മുഴ പോലെ ഇവിടെ ആ വേദന മാറി ബ്രസ്റ്റേലോട്ട് വരിക. ബ്രസ്റ്റേ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു മുഴയായിട്ടാണ് വരുന്നത്. ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ലെതർ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇന്നപോലെ ബയോസിക് എടുക്കണമെന്ന് പറഞ്ഞു. തിരുവല്ല ഡേ കെയറിലേക്ക് കുറിച്ച് തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് മേടിക്കാനായിട്ട് അവിടെ ചെന്നു. റിസൾട്ട് മേടിച്ചുകൊണ്ട് വന്ന് വീണ്ടും ലെതർ ഡോക്ടറെ കാണിക്കാനായിട്ട് ഗവൺമെൻറ് ആശുപത്രി ചെന്ന സമയത്ത് പുള്ളിക്കാരത്തി ഈ ഡോക്ടറെ മദ്രാസിലാണ്. അപ്പം ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു അവിടുത്തെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് എന്തോ റിസൾട്ട് എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പം ക്യാൻസറാണ് ആ ഡോക്ടർ ചെയ്തു. വേദനയും ശരീരമൊക്കെ ഒത്തിരി ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കാരിത്താസ് ആശുപത്രിയിൽ ആദ്യം ട്രിവാൻഡ്രത്ത് അവിടാണ് വിട്ടത്, റെഫർ ചെയ്തത് അങ്ങോട്ട്. സഹോദരൻ്റെ 4 ബന്ധുക്കൾ അവിടെ പോയിട്ട് മരണമടയാനിടയായി ഈ സെയിം അസുഖം കൊണ്ട്. ക്യാൻസർ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠത്തിക്ക് ആദ്യം വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന് അസുഖം വരുന്നു. അവർ 2 പേരും മരിക്കുന്നു. അത് കഴിഞ്ഞ് 3ാമത് അമ്മാവൻ വരുന്നു. അമ്മാവൻ മരിക്കുന്നു. 4ാമത് ഇവർക്ക് ഈ അസുഖം വരുന്നു. പാരമ്പര്യമായിട്ട് ഈ ക്യാൻസർ ഉണ്ടാവും. ഇവിടെ അച്ഛൻ അസുഖം എന്ന് പറഞ്ഞാൽ അൾസറായിട്ടായിരുന്നു. അൾസറായിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയുള്ള ചികിത്സയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി കിടപ്പായി കഴിഞ്ഞ് മരിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ജ്യേഷ്ഠത്തിക്ക്. അപ്പോൾ ഈ അച്ഛൻ കൂടാതെ വേറെ 3 പേർ കൂടെ അങ്ങനെ തിരുവനന്തപുരത്ത് പോകാതെ ഈ പേടിയുണ്ട്. ആദ്യം ജ്യേഷ്ഠത്തിയെ ആദ്യം കോട്ടയം ഗവൺമെൻറ് ആശുപത്രിയിലാണ് കാണിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അവരെ എല്ലാം മരിച്ചത് കൊണ്ട് കാരിത്താസിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കാരിത്താസ് ആശുപത്രി ചെന്ന് അവിടെ ചെന്ന് കാണിച്ചെന്നാ പറഞ്ഞു ഇന്നപോലെ അവിടുത്തെ റിസൾട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കത്തില്ല, അവിടെ ചെക്കപ്പ് ചെയ്യണം. അതിന്റെ റിസൾട്ട് എല്ലാം എടുക്കണം. അവിടെ ചെക്ക് ചെയ്തപ്പോഴും റിസൾട്ട് ഇത് തന്നെയാണ്, ക്യാൻസർ. അപ്പോൾ ഡോക്ടർ എന്തോ പറഞ്ഞു? അഡ്മിറ്റ് ആയിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് തന്നെ വീണ്ടും ഒരു മുഴ. അത് എത്ര നാൾ കഴിഞ്ഞ്? അത് 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞ വീണ്ടും അവിടെ വന്നു. അവിടെ കിഴിച്ചിട്ട് പിന്നെ ട്യൂബും ബാഗ് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അത് മുറക്കിങ്ങനെ പോയി അതിൻ്റെ ഇതെല്ലാം എടുത്ത് കളയുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവിടെ അങ്ങ് ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞു. വീട്ടിൽ അതിന് മരുന്നൊക്കെ തന്നു. അപ്പോഴത്തേക്കിന് എല്ലാം മൊത്തം ഡോക്ടർ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ഓൾമോസ്റ്റ് അവർക്ക് വല്ലാത്തൊരു തീർച്ചപ്പെടുത്തി ഇത് പോക്ക് കേസാന്നുള്ളത്. വല്ലാത്തൊരു അവസ്ഥയായി, കിടപ്പായിരുന്നു. ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയില്ല. കാരണം ഈ 3 പേര് മരിച്ച് ഇതൂടെ ആയി കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഞങ്ങളുടെ കുടുംബം ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. ഈ രണ്ടാമത് വീട്ടിൽ പോയി ട്യൂബൊക്കെ ഇട്ട് കിടക്കുമ്പം
ഇനി ഒരു പ്രതീക്ഷയിലല്ല. അല്ല, പ്രതീക്ഷയിലല്ല. ആളും അങ്ങ് ക്ഷീണിച്ചു. ആള് ക്ഷീണിച്ച് ആളിനെ എന്നെ അറിയത്തില്ല, അറിയത്തില്ല മുടിയില്ല, ഒന്നുമില്ല, ആകെപ്പാടെ ക്ഷീണിച്ചൊരു വിറക് കമ്പ് കിടക്കുന്നതിൻ്റെ ഉള്ളൂ. എന്നിട്ട് കിടപ്പായി. കിടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചാരിത്തേൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ആ കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞി കൊടുക്കുമ്പം ഈ ബ്രഷിനകത്തു നിന്ന് പഴുപ്പും ചോര ഈ കഞ്ഞിക്കകത്ത് വീഴും. ഇങ്ങനെ ആഞ്ഞ് കുടിക്കുമ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരി ഞാൻ സങ്കടപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇനി ഒരു ജീവിതം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ കഞ്ഞിക്കകത്തും കഴിക്കുന്ന ആഹാരത്തിലും മുറിക്കകത്തെല്ലാം പഴുപ്പും ചോരയുടെ വീണങ്ങ് തെറിക്ക് വങ്ങ് അതുപോലത്തെ അവസ്ഥയാണ്. ഞാനെന്നൊരു ഓർത്തു, ഇനി എനിക്കൊരു ജീവിതമില്ലല്ലോ, എന്തോ ചെയ്യുന്നതേമേ ഞാൻ മരിച്ചു പോവാന്നല്ലോ എന്ന്. അങ്ങനത്തെ അവസ്ഥയപ്പോൾ ഭർത്താവിനോട് എനിക്ക് ഓർമ്മയുള്ളപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞാലും എഴുതി വെക്കണം. എന്ന് വെച്ചാൽ കുടുംബത്തിൽ ഇത്രയും പേര് മരിച്ചല്ലേ, അന്നേരം എന്തോ ഞാൻ പറഞ്ഞാലും നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് ഇന്ന പോലെ ഇന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്നെല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ മരിച്ചങ്ങ് പോയി ചിലപ്പോൾ ഓർമ്മയൊന്നും കാണത്തില്ല, നിങ്ങൾ അന്നേരം അതെല്ലാം എഴുതി വെക്കുക, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അതെല്ലാവരോടും പറയുകയൊക്കെ ചെയ്യണം. എൻ്റെ ഇളയ മോളുണ്ട്, അതിനെ കല്യാണമൊന്നും കഴിച്ചതല്ല, ആർക്കും ഈ അസുഖങ്ങളൊന്നും വരുമൊന്നും ചെയ്യില്ല. അന്നേരം നേരത്തെ കണ്ടുപിടിച്ച് ഇതെല്ലാം ചെയ്ത് ചികിത്സിപ്പിക്കാമല്ലോ എന്നുള്ള എനിക്ക് അത് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയാണ്. ഞാൻ കിടന്നായിരുന്നു യൂറിൻ പാസ് ചെയ്യുന്നത്. 2-3 പേര് കൂടി എന്നെ ബാത്റൂമിൽ കൊണ്ടുകൊടുക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ അവസ്ഥയാണ്. എൻ്റെ കർത്താവ് എന്നെ ഇത്രത്തോളം എന്നെ നടത്തുന്നത്, എന്നെ ഇത്രയും ഞാൻ എന്ത് ജോലി തന്നെ ചെയ്യും. ഓരോരുത്തർക്ക് അതിശയമാണ് ഞാൻ ജോലി ചെയ്യുന്ന കാണുമ്പോൾ തന്നെ. അപ്പം അന്ന് എല്ലാ പ്രതീക്ഷയും പോയി നിങ്ങൾ ഇരിക്കുക. കാരണം 4 പേര് ഇവക്കോടായപ്പോൾ 4 പേര് അപ്പോഴത്തേക്ക് പിന്നെ കുടുംബമേ പോയി. പഴുപ്പും ചോര ഇങ്ങനെ പോവുക, അതെടുത്ത് ആശുപത്രി ചെല്ലുക, അവരിഞ്ഞ് കളയുക. ഇവിടെ വരുമ്പോൾ നമ്മൾ പിന്നെ അത് മരുന്ന് വെച്ച് കെട്ടുക, പഞ്ഞി വെക്കുക, അത് വീണ്ടും താങ്ങിയിരുത്താ ഡ്രസ് ചെയ്യുന്നതുമല്ല. അന്നേരം വെച്ചാൽ ഭയങ്കര അള്ളയായിരുന്നു ഈ മുറിവ്, ഭയങ്കര വലിയൊരു മുറിവായിരുന്നു. അള്ളക്കകത്ത് അതിനകത്ത് പഞ്ഞിയെല്ലാം കൂടെ വെച്ച് മരുന്ന് വെച്ച് കിട്ടുന്നത്. മൂത്ത മോളും ഇളയ മോളും ചെന്നൊരു ചേട്ടത്തിയുണ്ട്, ജ്യേഷ്ഠത്തെയും കൂടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും ഇനി ജീവിക്കത്തില്ല, മരിക്കും എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെ എൻ്റെ മരുമോൻ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ നമ്മളെ നോക്കാനുള്ളതെല്ലാം നോക്കിയില്ലയോ, ഇനിയിപ്പോൾ എന്ന് നമ്മളെന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മരണം പ്രതീക്ഷിച്ചു. അങ്ങനെ തന്നെ രാത്രികാലങ്ങളിലും ഉറക്കമില്ല, ബന്ധുക്കൾ ഉറങ്ങാതെ കാവലിരിക്കുക, എപ്പോഴാ സംഭവിക്കാൻ അറിയത്തില്ല. അതുപോലെ ചുരുക്കി പറഞ്ഞ രാത്രിയിലൊക്കെ എപ്പം വേണമെങ്കിലും മരിക്കാൻ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സഹോദരി കടന്നു ചെല്ലുകയും തന്നെ ശോഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരൻ്റെ മോളാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊടുത്ത് ഞാൻ പറയും, ഇവിടെ ചെയ്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമായി കഴിഞ്ഞപ്പോൾ നമുക്ക് വേദന കൂടും. ആ സൗകര്യം എന്തോ സിസ്റ്ററിനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നോട് പറയും, എൻ്റെ ആങ്ങളുടെ മോളാണ്. അന്നേരം എന്ത് പറഞ്ഞു, അപ്പം യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അസുഖമല്ല അപ്പടെ മാറും. അന്നേരം ഞാൻ പറഞ്ഞടി, പിന്നെ മാമൻ സമ്മതിക്കത്തില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ, അതങ്ങനെ ആകുമ്പോൾ അന്നേരം വേണ്ടില്ല, അപ്പം ഞങ്ങൾ കാണാതായാലും വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇല്ലാത്ത സമയത്ത് വരുമായിരുന്നു. പലപ്പോഴും കാണാതെ വരും, പുള്ളി അവിടെ ഇല്ലാത്ത സമയം. കാണുന്നത് രാത്രിയിലാണ്. ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കഥ അടച്ചിട്ടിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചന്താൻ ചോദിച്ചത്, തലേ തുണി ഇട്ടുകൊണ്ട് ഇവിടെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണാം. നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അസുഖം പിന്നെ കൂടി, വേദന കൂടിയിട്ട് വിളിച്ചു പോവുക. അപ്പോൾ രാത്രി ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, ഒരു 1:30 ഇതെന്ന് കൊടുത്ത് ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ടിനകത്ത് തോന്നും നല്ലൊരു വെട്ടം. ഇവിടെ അവിടെ കിടന്നോട് പറയുന്നത്, എൻ്റെ കർത്താവേ, ഒന്നിയിൽ എന്നെ അങ്ങ് കൊന്നേരെ, അല്ലെങ്കിൽ എനിക്ക് ജീവൻ താ. ഇതാണ് പറയുന്നത്. ഞാനത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അതിശക്തമായൊരു വെട്ടം പെരയ്ക്കകത്തോട്ട് കയറി വരിക. ഞാൻ തിണ്ണക്കിരിപ്പുണ്ട്. കയറി വരിക. അല്ല, ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കർത്താവ്. ഇവിടെ പറയുന്നത് തിരിയുന്നില്ല. അപ്പൊ എനിക്ക് ലാസ്റ്റ് പറഞ്ഞ കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവിനെയാന്നുള്ളത്. അപ്പൊ ഞാൻ ചാടി എണീച്ച കസര, ഇവളെന്തോ ഈ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴാണ് വെട്ടം, നല്ല അതിഭയങ്കരമായൊരു വെട്ടവും. ആ വെട്ടം പറയാനൊക്കത്തില്ല. വെട്ടവും വന്ന് കയറി നല്ല മണവും നമ്മുടെ പെരയ്ക്കകത്തോട്ട് വരുവാണ്. അപ്പം പെരയ്ക്കകത്ത് വന്ന് ഇവിടെ കിടന്ന മുറിയുടെ അവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ തിണ്ണക്കിരുന്ന് കണ്ടോണ്ടിരിക്കുക. ഇവിടെ ഇടയ്ക്കത്തെ മുറിയിൽ ഇങ്ങനെ കിടക്കുക. അപ്പം ഇത് എന്താ വെട്ടമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ മണവ് അടിച്ചത് ഞാൻ വിചാരിച്ചു ഇനി ലാവ് തെളിഞ്ഞായിരിക്കും എന്നുള്ള രീതിയിൽ കൂടെ ഈ മണവ് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയലത്തെ വീട്ടിൽ ഇനിയും വല്ല ലോഷൻ വല്ലതും ഒഴിച്ച് കഴുകുകയോ വല്ലതും ആയിരിക്കും എന്നുള്ളത്. ഞാനത് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇവിടെ രാവിലെ എണ്ണീച്ച് ഇവിടെ ബാത്റൂമിൽ തന്നെ പോയി
പല്ലും തേച്ചു ഈ കിടന്നയാള് കിടന്നയാൾ. ഭയങ്കര അതിശയവാ. വേണം. 3 പേർ. അത് ഭയങ്കര അതിശയം എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം ഉള്ളിടത്ത് കൈ വന്നിങ്ങനെ പതിച്ചതായിട്ട് എനിക്ക് നല്ലതായിട്ട് അറിയാം. ഏത് ഈ സമയത്ത് ഈ സമയത്ത് തന്നെ ഈ വെട്ടം വന്നു ഈ മുറിവുള്ളിടത്ത് തന്നെ ഇങ്ങനെ കൈ വന്ന് പതിക്കുന്നതായിട്ട് എനിക്കറിയാം. അന്നേരം ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഭയങ്കര ദാഹം വന്നല്ലോ, എനിക്ക് ഇച്ചിരി വെള്ളമെങ്കിലും ആരില്ലോ. പക്ഷെ എനിക്ക് ദാഹിച്ചതിന് സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് വായി വെള്ളം ഒഴിച്ച് തരുകയും ചെയ്തു. നിറച്ച് ഞാൻ വെള്ളം കുടിച്ചു. കണ്ടില്ല, കാണുന്നില്ല. ഈ കൈ ഇങ്ങനെ വന്ന് പതിച്ച് കൈ വന്ന് പതിച്ചതായിട്ട് എനിക്ക് നല്ലതായിട്ട് അറിയാം. എന്നിട്ട് വായിൽ ഇങ്ങനെ ദാഹിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വാ പൊളിച്ച് ഇങ്ങനെ എനിക്ക് ദാഹിക്കുന്നു, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ദൈവമേ ആരും എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തരല്ലേ, എനിക്ക് വായി വെള്ളവും ഒഴിച്ച് തന്നു. നല്ലതായിട്ട് എന്നെ വാ നിറച്ച് ഞാൻ വെള്ളവും കുടിച്ച്. അത് കഴിഞ്ഞ് രാവിലെ ഇവിടെ എണ്ണിച്ചിട്ട് പല്ല് തേക്കുന്നു വയ്ക്കുന്നു. അപ്പം ഞാൻ അതിന്റെ പിറ്റേ ദിവസത്തെ 2-3 മാസത്തിന് ശേഷം 2-3 മാസം അപ്പം 2-3 മാസത്തോളം അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല ഒരേ കിടപ്പ് പിടിച്ചോണ്ട് ബാത്റൂമിൽ പോയി എടുക്കുകയെല്ലാം ചെയ്യുന്നു. അപ്പൊ ഞാൻ മനസ്സോട് വിചാരിച്ച് ചേട്ടത്തി ആയിരിക്കും ഇവള് വയ്യാത്തവളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ TV ഇടയ്ക്ക് ഞാൻ കസടി ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നു, ഉറങ്ങിയില്ലയോ? അപ്പൊ ഞാൻ പിടിയെന്ന് ഞാൻ അങ്ങ് ഞെട്ടി. ചൂടാ കിടന്ന ഇവള് എന്തുവാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ തന്നെ മോനോട് പറഞ്ഞാ വണ്ടി എടുക്കാൻ പറഞ്ഞു. മരുമനുണ്ടായിരുന്നു. അവന് ഓടി വന്ന് ആകെപ്പാടെ വിഷയം. കാരണം അയ്യോ അച്ഛൻ എന്തുവായിരുന്നു. ചേട്ടത്തിക്ക് ഇതുപോലെ ആയിരുന്നു. കിടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരോടും വന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചയാകുമ്പോൾ മരിക്കുന്ന സമയത്ത് ഒരു വെപ്രാളം കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഓരോ മരുമനോട് പറഞ്ഞാ വണ്ടി എടുക്കണം. അവനും ഓടി വന്നു. എല്ലാം ആകെപ്പാട് ഇവിടെ ചേട്ടത്തിക്ക് വന്ന ഗതിയാണോ എന്നുള്ള ഇത് വെച്ചോണ്ട് വണ്ടി എടുക്കണം. നേരെ കാലത്ത് ആശുപത്രി വന്നു. ആശുപത്രി വന്നാൽ നമുക്ക് OP ഒന്നും എടുക്കേണ്ട സമയമൊന്നുമല്ല. ഡോക്ടറെ കയറി കണ്ടു കഴിഞ്ഞ് ചോദിച്ചു എന്താ വന്നെന്ന് ചോദിച്ചു. ഇന്നോലാന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞ് കയറി വന്ന് ഇരുന്ന് എല്ലാം ഇപ്പം ഓപ്പൺ നൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നൈറ്റോടെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഓപ്പൺ നൈറ്റ് എടുത്ത് തുറന്നത് നോക്കി കഴിഞ്ഞാൽ മുറിവെല്ലാം നല്ലപോലെ കരിഞ്ഞ് നല്ല ഇതായി. അപ്പം ഡോക്ടർ അവിടെ നിന്ന് എന്താ ശോഭ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവർ പറഞ്ഞു ഡോക്ടറെ വരാൻ പറഞ്ഞു അതിനുവേണ്ടി വന്നാന്ന് പറഞ്ഞു. ശരി അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും. അപ്പം ഡോക്ടർക്ക് ഇതുപോലെ തോന്നി. അപ്പം ഡോക്ടർ വിടിയെന്ന് പറഞ്ഞു ഒരു കാര്യം ECG എടുക്കണം, സ്കാൻ ചെയ്യണം, ഇതെല്ലാം എടുക്കണമെന്ന് പറഞ്ഞു. എല്ലാം എടുത്തു കഴിഞ്ഞ് ബ്ലഡ് പരിശോധിക്കണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ശോഭയ്ക്ക് ഒരു അസുഖവും ഇല്ല. ഇതെന്തോ ആ ശോഭ ഇതെന്ന് ചോദിച്ചു. ഒരു അസുഖമില്ല. എന്താണ് പരിപൂർണമായിട്ട് മാറിയെന്ന് പറഞ്ഞു. ക്യാൻസറിന്റെ അസുഖം പരിപൂർണമായിട്ട് മാറി. ശോഭയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ മരുമോന് നിപ്പുണ്ട്, മോളും നിപ്പുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇവളോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇവൾ അവിടെ നിന്ന് പറഞ്ഞു ഡോക്ടറെ ഇന്നപോലാണ് ഞാൻ വേദന കൊണ്ട് അതുപോലെ വിളിച്ചു പോയി. അപ്പം എനിക്ക് കർത്താവിനെ ഞാൻ വിളിച്ചു. കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് വന്നിട്ട് എൻ്റെ ആ മുറിവേൽ ഇങ്ങനെ തൊട്ടതായിട്ടും എനിക്കറിയാം. ദാഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവെ ഡോക്ടറോടും അങ്ങ് പറഞ്ഞു. ഓർമ്മയില്ല ബ്രദറെ, അന്നേരം മരിക്കാൻ പോകുന്ന ഒരാളല്ലേ. അന്നേരം എനിക്ക് അസുഖം എല്ലാം പരിപൂർണമായിട്ടെല്ലാം മാറി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചപ്പോൾ അതിന് മറുപടി എല്ലാം ഞാൻ പറഞ്ഞു. അന്നേരം ഭർത്താവിനോട് വന്ന് അതുപോലെ ഞാൻ പറഞ്ഞു വെള്ളം ഒഴിച്ചാൽ ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം ഒഴിച്ചാന്ന് പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ വിശ്വാസം വിടണ്ട, ആ വിശ്വാസത്തിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ ഇവിടെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരസുഖവും ഇല്ല. എല്ലാ കാര്യങ്ങളും എടുക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷവും സമാധാനവും ഉണ്ട്. ഒന്നുമില്ല, ഒരസുഖങ്ങളും ഇല്ല. രണ്ടാളുടെ ജോലി ചെയ്യും. ഭയങ്കര അതിശയ വീട്ടിൽ ജോലി ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്പിരിറ്റിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ഷാപ്പ് ഉണ്ടായിരുന്നു, വീട്ടിൽ കച്ചവടം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്നെ അറിയാൻ മൈസൂർ, ബാംഗ്ലൂർ, കർണാടകയിലൊന്നും എല്ലാ ആൾക്കാർക്കും എന്നെ അറിയാം. സ്പിരിറ്റ് ജോലിക്കാര്, സ്പിരിറ്റ് കച്ചവടത്തിൽ 12 ജോലിക്കാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ ഏരിയയിൽ അറിയുന്നത് സ്പിരിറ്റ് പരിപാടി എല്ലാം ഇവക്ക് ഈ അസുഖം പരിപൂർണമായും കർത്താവ് വിടുതൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പരിപാടി പരിപൂർണമായിട്ട് നിർത്തി. ഇപ്പൊ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്നു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, സമാധാനമായിട്ട് ജീവിക്കുന്നു. പെയിന്റിങ്ങിന്റെ പണി കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. മോക്ക് ഇപ്പൊ ജോലിയുണ്ട്. മോക്ക് എഞ്ചിനീയറിംഗ് കോളേജില് ചെങ്ങന്നൂർ. അവര് വന്ന് പറഞ്ഞ കാണാൻ വന്നപ്പോ അവർ 100-100 പേര് വന്ന വണ്ടിയല്ലേ, വലിയ വണ്ടിയെ വന്നിട്ട് പറഞ്ഞു ഇയാൾ ശോഭ ചേച്ചി തിരിച്ച് കോളേജിൽ വരത്തില്ലെന്ന് പറഞ്ഞു. ആ കോളേജിൽ തന്നെ അവരിരിക്കുമ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. എന്റെ സ്വരം കൊണ്ട് മനസ്സിലാകുന്നു. മുടിയെല്ലാം പോയായിരുന്നു മരുന്നൊക്കെ ചെയ്തപ്പോഴേ. അന്നേരം അവർ എന്റെ സംസാരം കൊണ്ട് അവർ മനസ്സിലാക്കുന്നത് ഞാനാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ. ചേച്ചി മരിച്ചു പോകുന്നല്ലേ ഞങ്ങളെല്ലാം വിചാരിച്ചെന്ന് ഞാൻ പറഞ്ഞു. അവര് പറഞ്ഞു ചേച്ചിക്ക് 2ാം ജന്മം തന്നതാന്ന് പറഞ്ഞു. 2ാം ജന്മം. സിസ്റ്റർ അതിനു മുമ്പേ തന്റെ ഡ്രസ്സെല്ലാം
ഒരു അനാഥാലയത്തിന് കൊടുത്തു. അനാഥാലയത്തിന് മരിച്ചു പോകുമ്പോൾ പിന്നെ ഇത് ആരും തുണികളൊന്നും ഉപയോഗിക്കത്തില്ല. വീട്ടിൽ പിന്നെ ആർക്ക് പിള്ളേർക്ക് വേണ്ട. അങ്ങനെ ഇപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ തുണിയും സാധനം സകലത് എടുത്ത് അനാഥമന്ദിരത്തിൽ ഞങ്ങളിങ്ങനെ കൊടുക്കുന്നപ്പോൾ അതുകൊണ്ട് അരിയൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ തുണിയെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് കൊടുത്തേരെ, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ ഒരെണ്ണം വല്ലതും വെച്ചിട്ട് ബാക്കി മൊത്തം കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം എടുത്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞപ്പോൾ എല്ലാം പുത്തം കിട്ടി. എല്ലാം പിന്നെ പുതിയത് പിന്നെ മേടിക്കുമായിരുന്നു. 2014 തൊട്ട് പിന്നെ എല്ലാം പുതിയത് മേടിച്ചു. സകലവും സകലതും പുതിയത്, പുതിയതായി, ജീവിതം പുതിയതായി, ശരീരം പുതിയതായി, ഹൃദയം പുതിയതായ. അവിടെ അല്ല, വചനം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹൃദയവും സ്വഭാവവും ഒക്കെ മാറും. ഒത്തിരി മാറി, അദ്ദേഹത്തിന്റെ സ്വഭാവം ഒത്തിരി മാറി ബ്രദർ. നാട്ടുകാർക്ക് മുഴുവൻ ഇതുപോലെ ഇപ്പൊ ഒരു പാവം നാട്ടുകാർക്ക് അറിയാവുന്ന സഹോദരൻ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല എല്ലാവരും ഇപ്പൊ നല്ല ഇതായി, ഭയങ്കര ക്ഷമ കർത്താവ് കൊടുത്തു. മറ്റേ നേരത്തെ ആരെങ്കിലും എന്തേലും ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനും അവരെ അടിക്കാൻ ചെല്ലും, അടിച്ചിട്ടേ വീട്ടിൽ കയറത്തുള്ളൂ. പുള്ളിക്ക് അങ്ങനത്തെ സ്വഭാവമാണ്. പക്ഷെ ഇപ്പം കർത്താവിനെ അറിഞ്ഞ പിന്നെ ഒത്തിരി മാറ്റവും വന്ന് സന്തോഷമുണ്ട്. അതിനെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളിക്കാരത്തിയുടെ ഹൃദയത്തിനും സ്വഭാവത്തിനും വല്ല മാറ്റവും ഈ കർത്താവിനെ ഒത്തിരി ഇതുണ്ട്. കാരണം കർത്താവിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഈ ശരീരത്തിന് സൗഖ്യം കിട്ടിയതോ അല്ലല്ല, ആൾക്ക് മാറ്റം വന്നു. ഞാൻ നേരത്തെ വല്ലതും പറഞ്ഞ അങ്ങ് ദേഷ്യപ്പെടുമായിരുന്നു. സഹോദരി പറഞ്ഞാൽ ഞാൻ നേരത്തേക്ക് വല്ല പറഞ്ഞ ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പൊ എല്ലാം ഒരു പ്രത്യേക ചിട്ടയാണ്. ചുരുക്കി പറഞ്ഞാൽ കുടുംബം മാറി സ്വർഗമായി. നിങ്ങൾ തമ്മിൽ അല്ല, സന്തോഷ സമാനമുണ്ട്. മോക്ക് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന അവക്ക് കോളേജ് ജോലി കിട്ടി. ഇളയ മോക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ പ്രൊവിഡൻസ് കോളേജ് കിട്ടി, പഠിപ്പിക്കാനായിട്ട് കിട്ടി. അപ്പം ഇതാ സകലവും ഞാൻ പുതിയതാക്കുന്നു, എല്ലാം പുതിയതാക്കി. എല്ലാം പുതിയതായി. തന്നെയുമല്ല, തൻ്റെ മകൾക്കൊരു അത്ഭുത സൗഖ്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയപ്പം ട്യൂബർ പ്രഗ്നൻസി ആയിരുന്നു. ഇവർ പ്രാർത്ഥിച്ചു, പിന്നെ രണ്ടാമത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം അത് പിന്നെ യൂട്രസിലേക്ക് കടന്നു വന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു കുഞ്ഞ് ട്യൂബേലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഒന്നിലെ തള്ള അല്ലെങ്കിൽ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്നോടൊന്നും പറഞ്ഞില്ല, ഇവർ തമ്മിലിരുന്ന് പറഞ്ഞു അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട്, നമുക്ക് മാലക്കര ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. മാലക്കര ആശുപത്രി ചെന്നപ്പം പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴും ട്യൂബേലാണ് കുഞ്ഞ്. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം, അന്ന് ഇത് അബോർട്ടാക്കി കളയണം, അല്ലെങ്കിൽ തള്ളയോ കുഞ്ഞോ ആരെങ്കിലും ഒരാൾ കാണത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കർത്താവിനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഫലം കർത്താവ് ഞങ്ങൾക്ക് തന്നു. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അബോർട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയം, ഈ യൂട്രസിനകത്ത് കുഞ്ഞിനെ എടുത്ത് വെച്ചേക്കുന്നത് പോലെ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിപ്പോൾ ഒരു മോളുണ്ട്, 1 വയസ്സാകാറായി. കഴിഞ്ഞ ഡോക്ടർ തന്നെ പറഞ്ഞു ഇന്നപോലെ അതിൻ്റെ ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എൻ്റെ ചേട്ടൻ ഈ ഡോക്ടർ പറയുക എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മോക്ക് ഇതുവരെ ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ല, നിങ്ങൾ കുടുംബം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പം ചേട്ടത്തിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങാടി ഒക്ടോബർ 1-ാം തീയതി വണ്ടിയെ ചെന്ന് ഇടിച്ചതാണ്. അത് ഇടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഈ വേണാട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇടിച്ച് മതിലെ ചെന്ന് ഇടിച്ചിട്ട് ഉരുണ്ട് വണ്ടിയുടെ അടിയിലോട്ട് വന്നു. അപ്പോൾ അവിടെ കിടന്ന് വണ്ടി ഇടിച്ചപ്പോഴേ കർത്താവേ എന്ന് വിളിച്ചു. സ്നാനപ്പെട്ട ആളാണ്. കർത്താവേ എന്ന് വിളിച്ചു, ഉരുണ്ട് പുറകിലത്തെ വീലിൻ്റെ അവിടോട്ട് ചെല്ലുകയും ആരാണ്ട് എടുത്ത് മാറ്റുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പുള്ളിക്കാരി. ഇപ്പം ഒന്ന് ചെറിയൊരു ഒടുവുണ്ട്, കാലിൽ പൊട്ടല് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് ചെന്ന് 3 അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം കർത്താവ് ഞങ്ങൾക്ക് തന്നു. 3 അത്ഭുതങ്ങളുടെ തുടർച്ചയായിട്ട് ലോകമെങ്ങും ഇന്ന് അത്ഭുതം നടക്കാൻ പോവുക. ഇത് ആർക്കും കർത്താവ് പ്രത്യേകിച്ച് മാറ്റി വെച്ചിട്ടില്ല. തിരുവചനത്തിലൊരു വാക്യമുണ്ട്, ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ. മുഖപക്ഷമുള്ള കർത്താവല്ല നമ്മുടെ കർത്താവ്. കർത്താവിന് ഇന്ന മതമെന്നില്ല, ജാതിയെന്നില്ല, ഇന്ന സഭക്കാരനെന്നില്ല. മനുഷ്യനാണോ? സകല മനുഷ്യരെയും രക്ഷിക്കാനാണ് കർത്താവായ യേശു വന്നത്. യേശു കർത്താവിനെ പിടിക്കാൻ വാളും വടിയുമായി വന്ന ആ പട്ടാളക്കാരൻ അവരിലൊരുവനാണ്. അവനെയാണ് പത്രോസ് വാളുകൊണ്ട് വെട്ടിയത്. നമ്മൾ വായിക്കുന്നു, ആ കാതും കർത്താവ് എടുത്തു വെച്ച് സൗഖ്യമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു മുഖപക്ഷവുമില്ല. സിസ്റ്റർ ശോഭയെ വിടുവിച്ച അതേ കർത്താവ്, ഇവരുടെ കയ്യാൽ രോഗിയെ സൗഖ്യമാക്കിയ കർത്താവ്, നമ്മുടെ തോമസ് ബ്രദറിൻ്റെ സാക്ഷ്യം നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു. ഇത് മദ്യം കൊടുക്കുന്നയാളായിരുന്നു. ഇദ്ദേഹം
മദ്യപാനത്തിന് അടിമയായിരുന്നു. ഈ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് അന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത്, നാട്ടകത്ത്. അന്ന് ഇവിടെ ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് റജി ബ്രദർ മുഖേന വന്നു. മീറ്റിങ്ങിനിടയിൽ മദ്യമില്ലാഞ്ഞിട്ട് ഇരിക്കാൻ മേലാതെ ഇടയ്ക്ക് പോയി മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ രാവും പകലും മദ്യപിക്കും, മദ്യപിച്ചില്ലെങ്കിൽ വിറയ്ക്കും. എനിക്ക് തോന്നുന്ന മദ്യപാന ചികിത്സയൊക്കെ നോക്കി, 2 ഡി അഡിക്ഷൻ സെൻ്ററിൽ നോക്കിയിട്ട് രക്ഷയായില്ല. എന്നാൽ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്കു ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെയാണ് പറയുന്നത്, ശരീരത്തിൽ നിന്നൊരു രൂപം അല്ലേ, എൻ്റെ കൂട്ട് തന്നെ ഉള്ളൊരു രൂപം ഇറങ്ങി പോകുന്നതായിട്ട് എനിക്ക് കാണാൻ, ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് ഏത് വർഷമായിരുന്നു? 2000. അപ്പോൾ ഇന്നിപ്പോൾ 15 വർഷമായി ഇതുവരെ ആസക്തി വന്നിട്ടില്ല, മദ്യപിക്കണമെന്നൊരാഗ്രഹമില്ല. ഇതാ സകലവും പുതിയതാക്കുന്ന കർത്താവ്. ശരീരത്തെ അവൻ പുതിയതാക്കും, ഹൃദയത്തെ പുതിയതാക്കും, ഭവനത്തെ പുതിയതാക്കും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. സിസ്റ്റർ ശോഭയെ പോലെ ഒരു ക്യാൻസറിന് അടിമയാണോ, ഇപ്പോൾ സൗഖ്യമാവും. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. എന്തൊരു അത്ഭുതമായിരുന്നു. സഹോദരിയുടെ മുറിയിലേക്ക് കർത്താവ് കടന്നു വന്നു. അന്ന് ഒട്ടും വിശ്വസിക്കാതിരുന്ന സഹോദരൻ ആ വെളിച്ചം കണ്ടു അല്ലേ, ആ വെളിച്ചം കണ്ടു. പിറ്റേന്ന് ആ സൗഖ്യം കണ്ടപ്പോഴാണ് ആ വെളിച്ചം കർത്താവായിരുന്നു മനസ്സിലായത്. തനിക്കൊരു വലിയ മാനസാന്തരം ഉണ്ടായി. സുവിശേഷത്തെ എതിർത്ത ആളാണ്, പ്രാർത്ഥനയെ എതിർത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വല്ല മുഖപക്ഷമുണ്ടോ? എതിർത്തവരെയും കർത്താവ് വിടുവിക്കും. ആ സ്നേഹമായ യേശു, അതിന് ഒരു വ്യത്യാസങ്ങളുമില്ല. ഇന്ന് വേദനയോടെ ഞങ്ങളെ കേൾക്കുന്നവരുടെ അടുക്കൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, യേശു ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശോഭ സിസ്റ്റർ സൗഖ്യമായതുപോലെ ഒത്തിരി ക്യാൻസറുകൾ സൗഖ്യമാവും, ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാവും. തോമസ് ബ്രദറിനെ പോലെ മദ്യത്തിന് അടിമയായിരുന്ന അനേക വ്യക്തികൾ കർത്താവ് ഇപ്പോൾ തന്നെ വിടുവിക്കാൻ പോവുക. യേശു കർത്താവിൻ്റെ അത്ഭുതകരമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളിപ്പോൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്വന്തം കരം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ സഹോദരങ്ങളാണ് കർത്താവേ, നിൻ്റെ മക്കളാണ് കർത്താവേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്യാൻസർ പൂർണ്ണമായി സൗഖ്യമാക്കിയ കർത്താവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, വേദനയോടെ അങ്ങയുടെ നാമം വിളിക്കുന്ന മക്കളെ ഇപ്പോൾ തന്നെ തൊടണമേ. നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ വിട്ടുമാറട്ടെ. ചെവി തുറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, കാത് തുറക്കട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവരട്ടെ. ആക്സിഡൻറ്റിനെ തുടർന്ന് തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലോകമൊക്കെയും അത്ഭുത വിടുതലും സൗഖ്യവും ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. കർത്താവെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, വേദന ആയിക്കോട്ടെ, ചെറുതോ വലുതോ ഏതുമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു കർത്താവിൻ്റെ അത്ഭുതകരം ഈ നിമിഷം അവരുടെ മേൽ നീട്ടിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സാക്ഷ്യം ഞാൻ മുമ്പ് കേട്ടതാണെങ്കിലും ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ ഹൃദയം നിറയുക. ആ കർത്താവ് ജീവനോടെ ഉണ്ട്, യേശു ജീവനോടെ ഉണ്ട്. അത് മാത്രമായി ഈ TV പ്രോഗ്രാമിൻ്റെ സന്ദേശം. ഈ TV പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊച്ചാക്കാനോ ഒരു സഭയെ വലുതാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ സത്യം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും കർത്താവ് കൈവിടത്തില്ല, അവരുടെ നന്മ നോക്കത്തില്ല. നമ്മൾ വിടുവിക്കപ്പെടുന്നത് നമ്മുടെ നന്മ കൊണ്ടല്ല, യേശു നല്ലവനായതുകൊണ്ട്. രോഗസൗഖ്യം മാത്രമല്ല, ഈ കുടുംബം സ്വർഗമായതുപോലെ സമാധാനവും സന്തോഷവും ജീവിത രൂപാന്തരവും ഉണ്ടാകും. മദ്യപാനികൾ പുതിയ വ്യക്തികളായി മാറും, നിങ്ങളുടെ മക്കൾ മടങ്ങി വരും, നിങ്ങളുടെ വീട് സ്വർഗമാവും. മാത്രമല്ല, യേശുവിലുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ദിവസം ഈ ലോകം വിട്ടേ ഒക്കത്തുള്ളൂ. എത്ര രോഗസൗഖ്യം കിട്ടിയാലും ഒരു ദിവസം മരിച്ചേ ഒക്കത്തുള്ളൂ. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, നിത്യജീവൻ, സ്വർഗം. അതും കർത്താവ് സൗജന്യമായി തരും. മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നിത്യഭവനം കർത്താവ് ഒരുക്കുകയാണ്. യേശു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദേവനല്ല. ദൈവം മനുഷ്യനായിട്ട് വന്ന ഒരു ദൈവമേ ഉള്ളൂ. ദൈവസ്നേഹവാനാൻ തെളിയിച്ചുകൊണ്ട് തൻ്റെ മക്കളെ വിടുവിക്കുവാൻ ഈ ലോകത്തിറങ്ങി വന്നു. ആ കർത്താവ് നമ്മെ വിടുവിക്കുന്നവന്, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ സ്വർഗീയമായ ഒരു ജീവിതവും മാത്രമല്ല മരണാനന്തരം കർത്താവിനോടൊപ്പം സ്വർഗഭവനവും
പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ വിരുന്ന് നമുക്കായിട്ട് ഒരുങ്ങുന്നു. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.